ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പയ്യന്നൂർ മാതമംഗലം കൈതപ്രത്ത് ഗൂഡ്സ് ഓട്ടോ ഡ്രൈവറായ കെ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പെരുമ്പടവ് സ്വദേശിയായ സന്തോഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പരിയാരം പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ പ്രതി ഉള്ളത്. വ്യാഴാഴ്ച മദ്യലഹരിയിലായിരുന്നതിനാൽ ഇയാൾ പരസ്പര വിരുദ്ധമായാണ് സംസാരിച്ചിരുന്നത്. പരപ്പച്ചാലിൽ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിൽ ജപ്തി. കുടുംബത്തിന് ആശ്വാസം. കേരള ബാങ്കിൽ അടക്കാനുള്ള തുക അടച്ച് ആലപ്പുഴ ചേർത്തല സ്വദേശി ഉണ്ണികൃഷ്ണൻ. മഞ്ചേശ്വരം പരിസരങ്ങളിൽ പോലീസ് നടത്തിയ ലഹരിവേട്ടയിൽ പിടിയിലായവരുടെ എണ്ണം 4ആയി. കുഞ്ചത്തൂർ മാടയിലെ ഖലീൽ മൻസിൽ, അൻവർ ആലിക്കുട്ടി, കർണാടക സ്വദേശി മുഹമ്മദ് മൻസൂർ എന്നിവരെയാണ് വ്യാഴാഴ്ച വൈകിട്ടോടെ പിടികൂടിയത്. വേനലവധിയും ചെറിയ പെരുന്നാളും വിഷുവും ഒന്നിച്ചെത്തിയതോടെ നാട്ടിലെത്താൻ ടിക്കറ്റിനായി നെട്ടോട്ടത്തിലാണ് മറുനാടൻ മലയാളികൾ. ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്ന് ടിക്കറ്റിനായി റെയിൽവേയെ സമീപിക്കുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് 100-ന് മുകളിലാണ്. അജാനൂർ പഞ്ചായത്തിൽ ആരോഗ്യ മേഖലയ്ക്കും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് 2025-26 ബഡ്ജറ്റ്. വൈസ് പ്രസിഡന്റ് കെ സബീഷ് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം തെയ്യംകെട്ട് മഹോത്സവം മാർച്ച് 21 മുതൽ 23 വരെ തീയതികളിൽ. മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനവും കലവറ ഘോഷയാത്രയും നടന്നു. ആശാ വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന ആവശ്യം. ആശാ വർക്കേഴ്സ് യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KMCC ടോക്ക് ടൈം വിത്ത് ലീഡർ ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി A. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ മാതമംഗലം കൈതപ്രത്ത് ഗൂഡ്സ് ഓട്ടോ ഡ്രൈവറായ കെ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പെരുമ്പടവ് സ്വദേശിയായ സന്തോഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പരിയാരം പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ പ്രതി ഉള്ളത്. വ്യാഴാഴ്ച മദ്യലഹരിയിലായിരുന്നതിനാൽ ഇയാൾ പരസ്പര വിരുദ്ധമായാണ് സംസാരിച്ചിരുന്നത്. പയ്യന്നൂർ മാതമംഗലം കൈതപ്രത്ത് ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ കെ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പെരുമ്പടവ് സ്വദേശിയായ സന്തോഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പരിയാരം പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ പ്രതിയുള്ളത്. വ്യാഴാഴ്ച മദ്യലഹരിയിലായിരുന്നതിനാൽ ഇയാൾ പരസ്പര വിരുദ്ധമായാണ് സംസാരിച്ചിരുന്നത്. സന്തോഷിനെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യും. വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് കൊലപാതകം നടന്ന വീടിനടുത്ത കിണറ്റിൽ ഉപേക്ഷിച്ചിട്ടുണ്ടാകുമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരം 7 മണിയോടെ കൈതപ്രം വായനശാല ഗ്രൗണ്ടിന് സമീപത്തെ പുതുതായി നിർമ്മിക്കുന്ന വീടിന് സമീപത്തു നിന്നാണ് ശബ്ദം കേട്ടത്. പടക്കം പൊട്ടിയ ശബ്ദമാണെന്നാണ് ആദ്യം പരിസരവാസികൾ കരുതിയത്. എന്നാൽ വെടിയേറ്റു മരിച്ച രാധാകൃഷ്ണന്റെ മകനാണ് കരഞ്ഞ് വീടിന് പുറത്തേക്ക് വന്ന് സംഭവം പരിസരത്തുള്ളവരെ അറിയിച്ചത്. നാട്ടുകാർ നോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ച നിലയിലാണ് രാധാകൃഷ്ണനെ കണ്ടത്. ഉടൻ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. വിവരമറിഞ്ഞ പരിയാരം പോലീസ് എത്തി വീടും പരിസരവും പരിശോധിക്കുന്നതിനിടയിലാണ് വീടിനുള്ളിൽ ഒളിച്ചുനിന്ന പ്രതി സന്തോഷിനെ പിടികൂടിയത്. മദ്യലഹരിയിലായിരുന്നു സന്തോഷ്. വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് കണ്ടെത്തിയിട്ടില്ല. 2 മാസം മുൻപ് വ്യക്തിപരമായ പ്രശ്നത്തിൽ രാധാകൃഷ്ണൻ സന്തോഷിനെതിരെ പരിയാരം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് പലപ്പോഴും സന്തോഷ് രാധാകൃഷ്ണനെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും പറയുന്നു. വ്യക്തിവിരോധമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നു. സന്തോഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. തികച്ചും ആസൂത്രിതമായാണ് കൊലപാതകം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാസർഗോഡ് പരപ്പച്ചാലിൽ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിൽ ജപ്തി. കുടുംബത്തിന് ആശ്വാസം. കേരള ബാങ്കിൽ അടക്കാനുള്ള തുക അടച്ച് ആലപ്പുഴ സ്വദേശി. ചേർത്തല സ്വദേശി ഉണ്ണികൃഷ്ണനാണ് പണം അടച്ചത്. കുടുംബത്തിന്റെ ദയനീയാവസ്ഥ സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ പരപ്പച്ചാൽ ചേനറ്റാടി തൂക്കപ്പിലാവ് വീട്ടിൽ ജാനകിക്കും കുടുംബത്തിനും ഇനി സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാം. നീലേശ്വരം കേരള ബാങ്ക് ശാഖയിലെ മുഴുവൻ കുടിശ്ശികയും അടച്ചു തീർത്ത് പ്രവാസി വ്യവസായി. കുടിശ്ശികയായ 1,92,000 രൂപയാണ് ആലപ്പുഴ സ്വദേശി ഉണ്ണികൃഷ്ണൻ ബാങ്കിൽ നേരിട്ടെത്തി അടച്ചത്. വിദ്യാഭ്യാസത്തിനു ശേഷം ദുബായിലേക്ക് പോയ ഉണ്ണികൃഷ്ണൻ വിവിധ ജോലികൾ ചെയ്ത ശേഷം മന്നത്ത് ഗ്രൂപ്പ് ഇന്റർനാഷണൽ കമ്പനി സ്ഥാപിച്ച വിദേശത്തും നാട്ടിലും ബിസിനസ് നടത്തുകയാണ്. മാധ്യമ വാർത്തകൾ കണ്ട് കേരള ബാങ്ക് ഡെപ്യൂട്ടി മാനേജർ മനോജിനെ വിളിച്ച് കുടുംബത്തിന് സഹായം നൽകാമെന്ന് ഇദ്ദേഹം അറിയിക്കുകയായിരുന്നു. വീട് ഇന്ന് തന്നെ തുറന്നുകൊടുക്കുമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു.
ബാങ്കിന് നിങ്ങളെ ഈ ഇതുവരെയുള്ള 2013 മുതൽ ഇങ്ങോട്ടുള്ള ഈ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട ചെലവ് 95,000 രൂപ അത് ബാങ്ക് ഫീ തള്ളാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നത്തെ ബോർഡ് മീറ്റിംഗിൽ. അപ്പോൾ അത് പ്രകാരം അന്ന് ലോൺ ക്ലോസ് ആയത്. അതുകൊണ്ട് ഇന്ന് ഇത് തുറന്നു തരാനാണ് ഇപ്പോൾ നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നത് കേട്ടോ. 2 ലക്ഷം രൂപ വായ്പയുടെ പേരിൽ വയോധികയും ചെറിയ കുട്ടികളും അടങ്ങുന്ന നിർധന കുടുംബത്തെ വീട്ടിൽ നിന്നിറക്കിവിട്ട വാർത്ത സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കർഷക തൊഴിലാളിയായ മകൻ വിജേഷ് അമ്മയുമായി ആശുപത്രിയിൽ പോയ സമയത്തായിരുന്നു ഭാര്യയെയും കുഞ്ഞുമക്കളെയും പുറത്താക്കി സാധനങ്ങളെല്ലാം പുറത്തു വലിച്ചിട്ട് വീട് പൂട്ടി കേരള ബാങ്കിന്റെ ജപ്തി നോട്ടീസ് പതിച്ചത്. റബ്ബർ തോട്ടം പാട്ടത്തിനെടുക്കാൻ വേണ്ടിയാണ് വിജേഷ് നീലേശ്വരം കേരള ബാങ്ക് ശാഖയിൽ നിന്ന് 2 ലക്ഷം രൂപ വായ്പ എടുത്തത്. ഇതിനിടയിൽ വിജേഷ് തെങ്ങിൽ നിന്ന് വീണ് ചികിത്സയിലായതോടെ വായ്പാ തിരിച്ചടവ് മുടങ്ങി. തന്റെയും അമ്മയുടെയും രോഗാവസ്ഥ കണക്കിലെടുത്ത് തിരിച്ചടവിന് സാവകാശം അനുവദിക്കണമെന്ന് അപേക്ഷിച്ചെങ്കിലും ബാങ്ക് തയ്യാറായിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം പരിസരങ്ങളിൽ പോലീസ് നടത്തിയ ലഹരിവേട്ടയിൽ പിടിയിലായവരുടെ എണ്ണം 4 കുഞ്ചത്തൂർ മാടയിലെ ഖലീൽ മൻസിൽ, അൻവർ ആലിക്കുട്ടി, കർണാടക സ്വദേശി മുഹമ്മദ് മൻസൂർ എന്നിവരെയാണ് വ്യാഴാഴ്ച വൈകിട്ടോടെ പിടികൂടിയത്. മഞ്ചേശ്വരം പരിസരങ്ങളിൽ പോലീസ് നടത്തിയ ലഹരിവേട്ടയിൽ പിടിയിലായവരുടെ എണ്ണം 4 ഉയർന്നു. കർണാടക സ്വദേശി ഉൾപ്പെടെ പിടിയിലായവരിൽ നിന്ന് 25 ഗ്രാം MDMA-യും മയക്കുമരുന്ന് വിറ്റുകിട്ടിയതെന്ന് കരുതുന്ന 7 ലക്ഷം രൂപയും വാഹനവും പോലീസ് പിടിച്ചെടുത്തു. കുഞ്ചത്തൂർ മാടയിലെ ഖലീൽ മൻസിലിൽ അൻവർ ആലിക്കുട്ടി, കർണാടക സ്വദേശി മുഹമ്മദ് മൻസൂർ എന്നിവരെയാണ് വ്യാഴാഴ്ച വൈകിട്ടോടെ പിടികൂടിയത്. കുഞ്ചത്തൂർ ഉദ്യാവർ മാട ഹൌസിലെ അല്ലാം ഉക്ബാൽ, ഉപ്പള ശാരദാനഗർ മണിമുണ്ട ഹൌസിലെ മുഹമ്മദ് ഫിറോസ് എന്നിവരെ വ്യാഴാഴ്ച പുലർച്ചെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച സൂചനയെ തുടർന്നാണ് മറ്റു 2 പേർ പിടിയിലായത്. പിടിയിലായ മുഹമ്മദ് മൻസൂർ കർണാടക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയയിലെ പ്രധാന കണ്ണിയാണെന്ന് പോലീസ് പറഞ്ഞു. പിടിയിലായ അൻവർ വിദേശത്ത് നിന്ന് മടങ്ങി വന്ന ശേഷം മാസങ്ങളായി ലഹരി വിൽപ്പന നടത്തുകയായിരുന്നു. കേരള കർണാടക കേന്ദ്രീകരിച്ച് സുപ്രധാന വിവരങ്ങൾ ചോദ്യം ചെയ്യലിൽ പ്രതികൾ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം സൂചിപ്പിച്ചു. ജില്ലാ പോലീസ് ചീഫ് ഡി ശില്പ, ഡിവൈഎസ്പി CK സുനിൽകുമാർ എന്നിവരുടെ നിർദ്ദേശമനുസരിച്ച് മഞ്ചേശ്വരം ഇൻസ്പെക്ടർ ഇ അനൂപ് കുമാർ, SI-മാരായ രതീഷ് ഗോപി, ഉമേഷ്, ASI മധുസൂദനൻ, ധനേഷ്, രാജേഷ്, അബ്ദുൾ സലാം, അബ്ദുൾ ഷുക്കൂർ, നിജിൻ കുമാർ, രതീഷ്, CH സന്ദീപ്, KM അനീഷ് കുമാർ, സോണിയ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വേനലവധിയും ചെറിയ പെരുന്നാളും വിഷുവും ഒന്നിച്ചെത്തിയതോടെ നാട്ടിലെത്താൻ ടിക്കറ്റിനായി നെട്ടോട്ടത്തിലാണ് മറുനാടൻ മലയാളികൾ. ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്ന് ടിക്കറ്റിനായി റെയിൽവേയെ സമീപിക്കുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് 100-ന് മുകളിലാണ്. തിരുവനന്തപുരത്ത് നിന്ന് മംഗളൂരുവിലേക്ക് ട്രെയിനിലൊന്നും ഏപ്രിൽ ആദ്യവാരം വരെ രാത്രികാല യാത്രയ്ക്ക് ടിക്കറ്റ് കിട്ടാനില്ല. വേനലവധിയും ചെറിയ പെരുന്നാളും വിഷുവും ഒന്നിച്ചെത്തിയതോടെയാണ് ട്രെയിനുകളിൽ റിസർവേഷൻ ടിക്കറ്റ് കിട്ടാക്കനിയായത്. ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിൽ പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരും ടിക്കറ്റിനായി റെയിൽവേയെ സമീപിക്കുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് 100-ന് മുകളിലാണ്. കേരളത്തിലെ സ്ഥിതിയും മറിച്ചല്ല. തിരുവനന്തപുരത്ത് നിന്ന് മാംഗ്ലൂരുവിലേക്ക് ട്രെയിനിലൊന്നും ഏപ്രിൽ ആദ്യവാരം വരെ രാത്രികാല യാത്രയ്ക്ക് ടിക്കറ്റ് കിട്ടാനില്ല. ടിക്കറ്റ് ബുക്കിംഗ് പോലും സാധ്യമല്ലാത്ത വിധം റിഗ്രറ്റ് എന്നാണ് കാണിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വടക്കോട്ട് പോകുന്ന ഏറനാട്, പരശുറാം എക്സ്പ്രസുകളിൽ മാർച്ച് അവസാന വാരം വരെ ടിക്കറ്റ് ഫുള്ളായി കഴിഞ്ഞു. ഇതോടെ എങ്ങനെ നാട് പിടിക്കുമെന്ന ആശങ്കയിലാണ് മലബാറിലുള്ളവർ. ഓൺലൈനായി തത്കാൽ ടിക്കറ്റിന് ശ്രമിച്ചാൽ കിട്ടുമെന്ന യാതൊരു ഉറപ്പുമില്ല. തത്കാൽ ബുക്കിംഗ് ആരംഭിച്ച് ഏതാനും മിനിറ്റുകൾക്കകമാണ് ടിക്കറ്റുകൾ തീരുന്നത്. ബുക്കിംഗ് ആരംഭിച്ചതിനു പിന്നാലെ IRCTC വെബ്സൈറ്റ് ഹാങ് ആകുന്നതും പതിവാണ്. റെയിൽവേ സ്റ്റേഷനിലെ റിസർവേഷൻ കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കാൻ പുലർച്ചെ 4-നോ 5-നോ എത്തിയാലും രക്ഷയില്ലെന്നാണ് യാത്രക്കാർ പറയുന്നത്. KSRTC ദീർഘദൂര ബസ്സുകളിലെ സ്ഥിതിയും ഇതുതന്നെയാണ്. മിക്ക ബസ്സുകളിലും ബുക്കിംഗ് പൂർണ്ണമായി. ട്രെയിൻ, KSRTC ടിക്കറ്റുകളേക്കാൾ താരതമ്യേന ഉയർന്ന നിരക്കാണ് സ്വകാര്യ ബസ്സുകൾ ഈടാക്കുന്നത്. എന്നിട്ടും ടിക്കറ്റുകൾ അതിവേഗം വിറ്റുപോകുന്നു. സ്വകാര്യ ബസ്സിലെ ടിക്കറ്റ് നിരക്കുകൾ സീസൺ അനുസരിച്ച് തോന്നും പോലെയാണെന്ന ആക്ഷേപമുണ്ട്. വിഷു, ഈസ്റ്റർ സമയത്തെ തിരക്ക് പരിഗണിച്ച് നിലവിലെ ബസ്സുകളിലെ ബുക്കിംഗ് പൂർത്തിയായാൽ KSRTC തിരുവനന്തപുരം, ബംഗളൂരു തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് സ്പെഷ്യൽ ബസ്സുകൾ ഏർപ്പെടുത്തുമെന്ന് കോഴിക്കോട് KSRTC അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. അജാനൂർ പഞ്ചായത്തിൽ ആരോഗ്യ മേഖലയ്ക്കും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് 2025-26 ബഡ്ജറ്റ്. വൈസ് പ്രസിഡന്റ് K. സബീഷ് ബഡ്ജറ്റ് അവതരിപ്പിച്ചു.
ആരോഗ്യ മേഖലയ്ക്കും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകി അജാനൂർ പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് കെ സബീഷ് അവതരിപ്പിച്ചു. 2021 19,44,08,084 രൂപയായിരുന്നു ആകെ അടങ്ങൾ. 9,94,27,548 രൂപ ചെലവഴിച്ചു. 3,07,09,439 രൂപയായിരുന്നു ജനറൽ പദ്ധതി വിഹിതം. ഇതിൽ 2,82,62,525 രൂപ ചെലവഴിച്ചു. പട്ടികജാതി വിഭാഗത്തിൽ 29,34,106 രൂപയുടെ പദ്ധതികളാണ് തയ്യാറാക്കിയത്. 19,45,484 രൂപ ചെലവഴിച്ചു. പട്ടികവർഗ വിഭാഗത്തിൽ ലഭ്യമായ 14,92,627 രൂപയിൽ 10,64,727 രൂപയും ചെലവഴിച്ചു. ധനകാര്യ കമ്മീഷൻ വിഹിതമായി ലഭ്യമായത് 1,86,07,707 രൂപയാണ്. ആരോഗ്യഗ്രാമം എന്ന പേരിൽ സമഗ്ര ആരോഗ്യ പദ്ധതി ഉൾക്കൊള്ളുന്ന ബജറ്റിൽ പദ്ധതിക്കായി 1.5 കോടിയാണ് വകയിരുത്തിയത്. അതിദാരിദ്ര്യ പട്ടികയിലുള്ള കുടുംബങ്ങൾക്കുള്ള ആരോഗ്യ പരിപാടി, ദേശീയ ആരോഗ്യ പദ്ധതികളുടെ ശാക്തീകരണം, ഡയാലിസിസ് രോഗികളുടെ ധനസഹായം, ഡയാലിസിസ് യൂണിറ്റിന്റെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ജീവിതശൈലി രോഗനിയന്ത്രണം, അതിഥി തൊഴിലാളികളുടെ ആരോഗ്യ സുരക്ഷ തുടങ്ങിയവയാണ് പദ്ധതിയിലെ പ്രധാന ലക്ഷ്യങ്ങൾ. ക്ലീൻ ഊര് പദ്ധതിക്കായി 2 ലക്ഷവും വകയിരുത്തി. കാർഷിക മേഖലയ്ക്കായി 1 കോടിയും ക്ഷീരഗ്രാമം പദ്ധതിക്കായി 29.90 ലക്ഷവും വകയിരുത്തി. മീൻ വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു മീൻതോട്ടം പദ്ധതി എന്നിവയും നടപ്പിലാക്കും. ടൂറിസം സർക്യൂട്ട് പദ്ധതിക്കായി 10 ലക്ഷവും വേനൽക്കാല കുടിവെള്ള വിതരണത്തിനായി 10 ലക്ഷവും വകയിരുത്തി. പഞ്ചായത്തിലെ റോഡ് നവീകരണത്തിനായി 3.60 കോടിയും നീക്കിവെച്ചു. വയോജനങ്ങൾക്ക് സഹായ ഉപകരണങ്ങൾ നൽകുന്നതിന് 2 ലക്ഷവും മരുന്ന് വാങ്ങാനായി 5 ലക്ഷവും നീക്കിവെച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ അധ്യക്ഷത വഹിച്ചു. ബജറ്റ് അവതരണത്തിന് ശേഷം നടന്ന ചർച്ചയിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും ഉദ്യോഗസ്ഥന്മാരും മറ്റ് പ്രതിനിധികളും പങ്കെടുത്തു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ടി ഷൈജു സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Vivah by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം. കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോ പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും. ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. പനത്തടി താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം തെയ്യംകെട്ട് മഹോത്സവം മാർച്ച് 21 മുതൽ 23 വരെ തീയതികളിൽ നടക്കും. മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടന്നു. കലവറ ഘോഷയാത്രയും നടന്നു. പനത്തടി താനത്തിങ്കാൽ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം മാർച്ച് 21, 22, 23 തീയതികളിലായി നടക്കും. തെയ്യംകെട്ട് മഹോത്സവ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇനി അടുത്ത വയനാട്ടുകുലവൻ വരുമ്പോഴേക്കും ഇവിടെ വലിയ വൃക്ഷമായി മാറാൻ പാകത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും പരമാവധി ഈ വളപ്പിൽ മരം നട്ടുപിടിപ്പിക്കണം. ഇവിടെ മാത്രമല്ല, നമ്മുടെ ഇന്ന് കലവറ നടക്കാൻ വന്ന ഓരോ തറവാട്ടിലും അത്തരത്തിൽ വനങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഭാവിയിൽ വയനാട്ടുകുലവനെ വരവേൽക്കാനും
അവർക്ക് ആവശ്യമായ മൃഗങ്ങളെ അതിൻ്റെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാൻ ആവശ്യമായ ഒരു തീരുമാനമെടുക്കാമെന്നാണ് എനിക്ക് നിങ്ങളോട് ആമുഖമായി പറയാനുള്ളത്. എൻ ബാലചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. വത്സൻ പിലിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. പ്രസന്ന പ്രസാദ്, ടി കെ നാരായണൻ, പി ശ്രീജ, ഇ കെ ഷാജി, ഫാദർ ജോസഫ് തറപ്പുതൊട്ടിയിൽ, നാരായണൻ കൊളത്തൂർ എന്നിവർ മുഖ്യാതിഥികളായി. എം പത്മകുമാരി, അരുൺ ഡങ്ങത്തുമല, പി എം കുര്യാക്കോസ, കെ കൽപ്പന ജഗദീഷ്, പ്രിയ ഷാജി, പി ദാമോദരൻ, എം രാധാമണി, സുപ്രിയ ശിവദാസ്, അഡ്വക്കേറ്റ് കെ രാധാകൃഷ്ണഗൌഡ, ലത അരവിന്ദൻ, എൻ വിൻസെന്റ്, രാധാ സുകുമാരൻ, കെ കെ വേണുഗോപാൽ, ജെയിംസ് കെ ജെ, സജിനിമോൾ വി, ഹരിദാസ് വി വി, ബിജു സി ആർ, സൗമ്യമോൾ, പ്രീതി കെ എസ്, മഞ്ജുഷ സി എൻ, കെ സുകുമാരൻ നായർ, ടി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കുക്കൾ ബാലകൃഷ്ണൻ സ്വാഗതവും മനോജ് സി കെ നന്ദിയും പറഞ്ഞു. നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും കലവറ ഘോഷയാത്ര എത്തി. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടി ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആശാ വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന ആവശ്യം ആശാ വർക്കേഴ്സ് യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മിനിമം വേതനം 26,000 രൂപ അനുവദിക്കുക, PF പെൻഷൻ ഗ്രാറ്റുവിറ്റി നൽകുക, ഇൻഷുറൻസ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാ വർക്കേഴ്സ് യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ആശാ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റും CITU സംസ്ഥാന കമ്മിറ്റി അംഗവുമായ VV പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം കേന്ദ്ര DHSന്റെ ഡയറക്ടർമാർക്കും അതുപോലെ കേന്ദ്രമന്ത്രിക്കും ഒക്കെ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. ഏരിയ വൈസ് പ്രസിഡന്റ് ഗീത N അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു, സംസ്ഥാന കമ്മിറ്റി അംഗം മാധവൻ മാസ്റ്റർ, ഏരിയ ട്രഷറർ സതി എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി സവിതകുമാരി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KMCC ടോക്ക് ടൈം വിത്ത് ലീഡർ ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി A അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ടോക്ക് ടൈം വിത്ത് ലീഡർ ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചു. വെസ്റ്റ് വെസ്റ്റേൺ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി A അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. KMCCയുടെ സേവനങ്ങൾ മാതൃകാപരമാണെന്നും അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ പലതും കേരളീയ സമൂഹത്തിന് അഭിമാനമാണെന്നും കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി A അബ്ദുൾ റഹ്മാൻ അഭിപ്രായപ്പെട്ടു. പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഹനീഫ് TR സ്വാഗതം പറഞ്ഞു. ദുബായ് KMCC ജനറൽ സെക്രട്ടറി യഹ്യ തളങ്കര, ഹംസ തൊട്ടി, അഡ്വക്കേറ്റ് ഇബ്രാഹിം ഗലീൽ, അഫ്സൽ മൊട്ടമ്മൽ, ഹനീഫ് ചെർക്കള തുടങ്ങിയവർ സംബന്ധിച്ചു. ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഭിന്നശേഷിക്കാർക്ക് മുച്ചക്രവാഹനം നൽകി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ഗുണഭോക്താക്കൾക്കാണ് വാഹനങ്ങൾ നൽകിയത്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ യാത്രയ്ക്കും സ്വന്തം കാര്യങ്ങൾക്കുമായാണ് മുച്ചക്ര വാഹനങ്ങൾ നൽകിയത്. ഓഫീസ് പരിസരത്ത് നടന്ന വിതരണ ഉദ്ഘാടനം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ നിർവഹിച്ചു. കഴിഞ്ഞ 4 വർഷവും ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ വിഭാഗത്തിൽ പ്രയാസം അനുഭവിക്കുന്ന, അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ജന്മനാൽ തന്നെ ഈ പരിമിതിയിലുള്ള അവരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് അവർക്ക് പുറം ലോകം കാണുന്നതിനും അതോടൊപ്പം അവർക്കൊരു സ്വന്തം കാലിൽ നിൽക്കാൻ സ്വയം പര്യാപ്തിയുടെ ഭാഗമായിട്ട് ഉപജീവന മാർഗം തേടുന്നതിനും വേണ്ടിയിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് PK ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷരായ M സുമേഷ്, K അനിൽകുമാർ, VV സുനിത, ബ്ലോക്ക് അംഗങ്ങളായ M കുഞ്ഞിരാമൻ, TS നജീബ, ശിശുവികസന ഓഫീസർ K ബിജിമോൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ലഹരി നിർമ്മാർജ്ജന
സമിതി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനിന് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം ലഹരി നിർമ്മാർജ്ജന സമിതി ജില്ലാ പ്രസിഡന്റ് എ ഹമീദ് ഹാജി നിർവഹിച്ചു. ലഹരി നിർമ്മാർജ്ജന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ അധ്യക്ഷനുമായ എ ഹമീദ് ഹാജി ഉദ്ഘാടനം നിർവഹിച്ചു. വ്യക്തിയെ, കുടുംബത്തെ, അയൽവക്കത്തെ, സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ട് നമ്മുടെ യുവജനങ്ങളെ വഴിതെറ്റിക്കാൻ എല്ലാ ഒരുക്കങ്ങളുമായി ലഹരി മാഫിയ രംഗത്ത് വരുമ്പോഴാണ് ലഹരി നിർമ്മാർജ്ജനത്തിനുള്ള സംസ്ഥാന കമ്മിറ്റി ആഹ്വാനപ്രകാരം ജില്ലയിലും മണ്ഡലത്തിലും പഞ്ചായത്തിലും ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വീടുപുലാന്തരം കയറി ഇറങ്ങി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലഹരി യുവസമൂഹത്തെ നശിപ്പിക്കുന്ന വിപത്തായി മാറിയിരിക്കുകയാണെന്നും ഇതിനെതിരെ സമൂഹത്തിന്റെ ജാഗ്രത ഉണ്ടാവണമെന്നും എ ഹമീദ് ഹാജി തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മാർച്ച് 20 മുതൽ ഏപ്രിൽ 20 വരെയാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി ക്യാമ്പയിൻ നടക്കുന്നത്. എ അബ്ദുള്ള, കുമ്പള ഖാദർ, KPC മുഹമ്മദ്, ബിന്ദു രവീന്ദ്രൻ, കുടക് ഖാദർ, സെയ്ദാലി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. Dedication, determination and dignity. കാഞ്ഞങ്ങാട് DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ബിഗ് സെയിൽ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ. മലബാറിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി 50% വരെ ഡിസ്കൗണ്ട്. ഇഷ്ട ഫർണിച്ചർ തടസ്സങ്ങളില്ലാതെ വാങ്ങാൻ ഈസി EMI സൗകര്യം. പഴയ ബെഡ് മാറ്റി പുതിയത് വാങ്ങാൻ മെഗാ എക്സ്ചേഞ്ച് ഓഫർ. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ആനിവേഴ്സറി സ്പെഷ്യൽ ഗിവവേയിൽ പങ്കെടുക്കാൻ 9605858326 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ DNG എന്ന് മെസ്സേജ് ചെയ്യുക. നിർദ്ദേശങ്ങൾ പാലിക്കുക. 4ന്റെ നിറവിൽ നാടിതുവരെ കാണാത്ത തകർപ്പൻ ഓഫറുമായി DNG ഫർണിച്ചർ, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. കേരളത്തിൽ ജാതിക്കതീതമായ സാമൂഹ്യ ബോധമുണ്ടാക്കിയത് നവോത്ഥാന പ്രസ്ഥാനം രൂപപ്പെട്ടതോടെയാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ അഭിപ്രായപ്പെട്ടു. ഉദിനൂർ EMS പഠന കേന്ദ്രം നടത്തിയ EMS അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. നവോത്ഥാന പ്രസ്ഥാനത്തിനായി ആശയപരവും സംഘടനാപരവുമായ നേതൃത്വം കൊടുത്തത് EMS എന്ന അധികായനായിരുന്നുവെന്നും ജയരാജൻ പറഞ്ഞു. കേരളത്തെ മികച്ച നിലയിൽ മുന്നോട്ട് നയിക്കുന്നതിലും അനീതിക്കും അസമത്വത്തിനുമെതിരെ പോരാടുന്നതിലും EMS നയിച്ച പോരാട്ടങ്ങൾ എക്കാലവും സ്മരണീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ നേതൃത്വത്തിലുള്ള വലതുപക്ഷ കോൺഗ്രസ് അന്ന് അറിയപ്പെടുന്ന നിലയിൽ അവർ പ്രചരിപ്പിച്ചത് തങ്ങള് കോൺഗ്രസ് ഗാന്ധി സംഘം എന്നാണ്. വലതുപക്ഷ കോൺഗ്രസിന്റെ പിന്തിരിപ്പനായിട്ടുള്ള ആശയങ്ങളെ മറച്ചു വെക്കുന്നതിന് വേണ്ടി വലതുപക്ഷ കോൺഗ്രസ്സുകാർ പറഞ്ഞു, ഞങ്ങള് ഗാന്ധിയുടെ ചിന്താഗതിയാണ് തുടരുന്നത്, ഞങ്ങൾ കോൺഗ്രസ് ഗാന്ധി സംഘമാണ്. ഇങ്ങനെയാണ് കോൺഗ്രസ് ഗാന്ധി സംഘമാണ് കാലത്ത് വലതുപക്ഷ കോൺഗ്രസ്സുകാർ അറിയപ്പെട്ടത്. EMS പഠന കേന്ദ്രം പ്രസിഡന്റ് C ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. C കുഞ്ഞികൃഷ്ണൻ, M സുമേഷ്, V ശിവദാസ്, സെക്രട്ടറി A മാധവൻ, ജോയിന്റ് സെക്രട്ടറി P സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയുമെടുത്തു. തുടർന്ന് വാണിയമ്പാറ ചങ്ങമ്പുഴ കലാകായിക വേദിയുടെ നാടകം അരങ്ങിലെത്തി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് ഇഫ്താർ സംഗമം ഒരുക്കിയത്. അജാനൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. ഇഫ്താർ സംഗമത്തിന് പ്രസിഡന്റ് T ശോഭ, വൈസ് പ്രസിഡന്റ് K സബീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K കൃഷ്ണൻ മാസ്റ്റർ, K മീന, ഷീബ ഉമ്മർ, ഇർഷാദ്, K രവീന്ദ്രൻ, മധു, T ഷൈജു എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ അജാനൂർ പഞ്ചായത്ത് എല്ലാ വർഷവും റമദാൻ മാസത്തിൽ ഇങ്ങനെ
നോമ്പുതുറ പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടാണ്. മറ്റ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, വില്ലേജ് ഉദ്യോഗസ്ഥർ, മറ്റ് സന്നദ്ധ പ്രവർത്തകർ എന്നിവർ ഇഫ്താർ സംഗമത്തിൽ അണിചേർന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വലിയ പറമ്പിലേക്കുള്ള പ്രവേശന കവാടമായി അറിയപ്പെടുന്ന ഇടയിലക്കാട്ടിലെ പ്രധാന റോഡിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് അപകടക്കെണി. പാതയോരത്ത് കിളിച്ച് കരിങ്കൽ ബോളർ ഇട്ടതാണ് ഇളകിത്തെറിച്ച് അപകടമുണ്ടാക്കിയത്. വിനോദസഞ്ചാരികളും വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുമായി പോകുന്ന വാഹനങ്ങളും ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനയാത്രക്കാർ കടന്നുപോകുന്ന പാതയിലാണ് അപകടമുണ്ടാക്കുന്ന തരത്തിൽ കല്ലുകൾ ഇളകിത്തെറിച്ചിട്ടുള്ളത്. പാതയുടെ രണ്ട് ഭാഗത്തും ഇട്ടിട്ടുള്ള കരിങ്കൽ ചീളുകൾ ഇടയിലക്കാട് ബണ്ട് കഴിഞ്ഞുള്ള വളവിലും റൈസ് മില്ലിന് മുന്നിലുമുള്ള വളവിലും ഇടയിലക്കാട് നാഗം ജംഗ്ഷനിലും വേണുഗോപാല ക്ഷേത്രം വളവിലുമാണ് അപകടക്കെണിയായിട്ടുള്ളത്. കുടിവെള്ള പൈപ്പുകൾ കൊണ്ടുപോകാനെടുത്ത കുഴികളിൽ മണ്ണ് മൂടി അതിനു മുകളിൽ അശാസ്ത്രീയമായ രീതിയിൽ കരിങ്കൽ ചീളുകൾ നിരത്തിപ്പോയിട്ട് ആഴ്ചകൾ കഴിഞ്ഞും പണി പൂർത്തിയാക്കാത്തത് മൂലമാണ് ഇളകിത്തെറിച്ചിട്ടുള്ളത്. ഇടയിലക്കാട് റൈസ് മിൽ പരിസരത്തെ വളവിൽ സ്ത്രീ ഓടിച്ച സ്കൂട്ടർ കരിങ്കൽ ചീളുകളിൽ കയറി നിയന്ത്രണം വിട്ട് റോഡിൽ തെന്നി വീഴുകയായിരുന്നു. വളവിലെ കുളത്തിൽ പതിക്കാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അപകടം നടന്ന സെക്കൻഡുകൾക്കകം ഇതുവഴി മിനി ബസ് കടന്നുപോവുകയും ചെയ്തു. യാത്രക്കാർക്ക് നിസാര പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം യുവാക്കൾ സഞ്ചരിച്ച ബൈക്കും തെന്നി വീണിരുന്നു. ഇതുവഴി കടന്നുപോകുന്ന ടിപ്പറുകളും ബസ്സുകളും ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ പോകുമ്പോൾ വളവുകളിൽ പാതയുടെ നടുവിലേക്ക് കരിങ്കൽ ചീളുകൾ തെറിച്ചു വീഴുകയാണ്. ഇളകിത്തെറിച്ച ചീളുകളിൽ ഇരുചക്ര വാഹനങ്ങൾ കയറിയാണ് അപകടമുണ്ടാകുന്നത്. റീടാറിംഗ് പ്രവൃത്തി മഴയ്ക്ക് മുമ്പ് പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇളകിത്തെറിച്ച കരിങ്കൽ ചീലുകൾ അരികിലേക്ക് മാറ്റി കോൺക്രീറ്റ് ചെയ്തുറപ്പിച്ചില്ലെങ്കിൽ വലിയ ദുരന്തത്തിലാവും കലാശിക്കുക. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മടിക്കൈ അമ്പലത്തുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. ബല്ല അടിമ്പൽ അഴിക്കോടൻ സ്മാരക ഗ്രന്ഥശാല പരിസരത്ത് വെച്ച് ഹോസ്റ്റർ BPC ഡോക്ടർ KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മടിക്കൈ അമ്പലത്തുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഠനോത്സവം ബല്ല അടമ്പിൽ അഴീക്കോടൻ സ്മാരക ഗ്രന്ഥശാല പരിസരത്ത് വെച്ചാണ് നടന്നത്. ഹോസ്ദുർഗ BPC ഡോക്ടർ KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ എന്തിനാണ് ഇങ്ങനെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ക്ലാസ് മുറിയിലും സ്കൂളിലും നടക്കേണ്ട പഠന പ്രവർത്തനം എന്തിനാണ് അഴീക്കോടൻ അല്ലെങ്കിൽ ബല്ല എന്ന് പറയുന്ന ഈ ഒരു സാംസ്കാരിക സ്ഥാപനത്തിന്റെ മുമ്പിൽ നടത്തുന്നതു എന്നുള്ളൊരു സംശയം സ്വാഭാവികമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. വിദ്യാഭ്യാസത്തിന്റെ ക്രമം മാറി ജനകീയ വിദ്യാഭ്യാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2024 ജൂൺ മാസം 1-ാം തീയതി പ്രവേശനോത്സവത്തോടു കൂടി ആരംഭിച്ച് ഇതാ മാർച്ച് 30 പഠനോത്സവത്തോടു കൂടി ഒരു വർഷക്കാലത്തെ വിദ്യാലയ പ്രവർത്തനങ്ങൾ സമാപിക്കാൻ വേണ്ടി പോവുകയാണ്. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി 10ാം വാർഡ് കൗൺസിലർ KV സുശീല അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ K രവീന്ദ്രൻ, മടിക്കൈ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T രാജൻ, PTA പ്രസിഡന്റ് M പത്മനാഭൻ, മദർ PTA പ്രസിഡന്റ് ചിന്താമണി, CRC കോർഡിനേറ്റർ സജീഷ് എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ സീമ P നന്ദി പ്രകാശിപ്പിച്ചു. 2024-25 അധ്യയന വർഷം കുട്ടികൾ നേടിയ പഠന നേട്ടങ്ങളുടെ പ്രകടനവും നടന്നു. ശാസ്ത്രം, ഗണിതശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, പ്രവൃത്തി പരിചയം, കല, കായികം തുടങ്ങിയ എല്ലാ മേഖലകളിലും കുട്ടികൾ നേടിയ ശേഷികളാണ് സമൂഹത്തിനു മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത്? നാണം മാറ്റാൻ, വെയിൽ കൊള്ളാതിരിക്കാൻ, മഴ കൊള്ളാതിരിക്കാൻ, തണുപ്പ് കൊള്ളാതിരിക്കാൻ. എന്നാൽ നമുക്ക് 1-ാം ക്ലാസ്സിന്റെ കുപ്പായപ്പാട്ട് കേൾക്കാം, കാണാം. അഴീക്കോടൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് പായസ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള
കേരളത്തിലെ തൊഴിലാളികളെയും രാജ്യസഭയിൽ അധിക്ഷേപിച്ച് പ്രസ്താവന നടത്തിയ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമന്റെ അധിക്ഷേപ പ്രസ്താവനയ്ക്കെതിരെ ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ ചുമട്ടുതൊഴിലാളികളെയും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെയും അപമാനിക്കുന്ന നിലയിലുള്ള പരാമർശത്തിനെതിരെ ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന ധർണ യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി K. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഈ കേരളത്തിനകത്ത് അന്തസ്സായി ജീവിക്കാൻ വേണ്ടി പറ്റുന്ന സാഹചര്യമാണ് കേരളത്തിനകത്തുള്ളത്. ആ കേരളത്തിലെ തൊഴിലാളികളെ ലൂട്ടിക്കൊണ്ടാണ് കേന്ദ്ര ധനകാര്യ മന്ത്രി പറയുന്നത് കേരളത്തിലെ തൊഴിലാളികൾ, പ്രത്യേകിച്ച് ചുമട്ടു തൊഴിലാളികൾ നോക്കുകൂലി വാങ്ങുന്നവരാണ്. നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റാൻഡുകളിലെല്ലാം പോയാൽ കൈക്കുഴിനെ കൊണ്ടുവരുന്ന സ്ത്രീകൾക്ക് പോലും നോക്കുകൂലി കൊടുക്കാൻ വേണ്ടി കഴിയുന്ന നിലയിലേക്ക് കേരള സംസ്ഥാനം മാറുന്നു എന്നുള്ള തികച്ചും തെറ്റായ രീതിയിലാണ് ആ പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. ഏരിയ വൈസ് പ്രസിഡന്റ് മുരളി മോനാച്ച അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി KT കുഞ്ഞിമുഹമ്മദ് സ്വാഗതം പറഞ്ഞു. അശോകൻ, പ്രസന്നൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ മാതമംഗലം കൈതപ്രത്ത് ഗൂഡ്സ് ഓട്ടോ ഡ്രൈവറായ KK രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പെരുമ്പടവ് സ്വദേശിയായ സന്തോഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പരിയാരം പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ പ്രതി ഉള്ളത്. വ്യാഴാഴ്ച മദ്യലഹരിയിലായിരുന്നതിനാൽ ഇയാൾ പരസ്പര വിരുദ്ധമായാണ് സംസാരിച്ചിരുന്നത്. പരപ്പച്ചാലിൽ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിൽ ജപ്തി. കുടുംബത്തിന് ആശ്വാസം. കേരള ബാങ്കിൽ അടക്കാനുള്ള തുക അടച്ച് ആലപ്പുഴ ചേർത്തല സ്വദേശി ഉണ്ണികൃഷ്ണൻ. മഞ്ചേശ്വരം പരിസരങ്ങളിൽ പോലീസ് നടത്തിയ ലഹരിവേട്ടയിൽ പിടിയിലായവരുടെ എണ്ണം 4ആയി. കുഞ്ചത്തൂർ മാടയിലെ ഖലീൽ മൻസിൽ, അൻവർ ആലിക്കുട്ടി, കർണാടക സ്വദേശി മുഹമ്മദ് മൻസൂർ എന്നിവരെയാണ് വ്യാഴാഴ്ച വൈകിട്ടോടെ പിടികൂടിയത്. വേനലവധിയും ചെറിയ പെരുന്നാളും വിഷുവും ഒന്നിച്ചെത്തിയതോടെ നാട്ടിലെത്താൻ ടിക്കറ്റിനായി നെട്ടോട്ടത്തിലാണ് മറുനാടൻ മലയാളികൾ. ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്ന് ടിക്കറ്റിനായി റെയിൽവേയെ സമീപിക്കുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് 100ന് മുകളിലാണ്. അജാനൂർ പഞ്ചായത്തിൽ ആരോഗ്യ മേഖലയ്ക്കും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് 2025-26 ബഡ്ജറ്റ്. വൈസ് പ്രസിഡന്റ് K. സബീഷ് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പനത്തടി താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം തെയ്യംകെട്ട് മഹോത്സവം മാർച്ച് 21 മുതൽ 23 വരെ തീയതികളിൽ. മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനവും കലവറ ഘോഷയാത്രയും നടന്നു. ആശാ വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന ആവശ്യം. ആശാ വർക്കേഴ്സ് യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KMCC ടോക്ക് ടൈം വിത്ത് ലീഡർ ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി A. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.